ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ആക്ടിവിറ്റി ടെക്സ്റ്റിലെ യൂണിറ്റ് 6 ഫോറസ്റ്റ് ഫെസ്റ്റ് എന്ന പാഠഭാഗമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വർക്ക്ഷീറ്റ് 44 മെൻ്റൽ മാത്ത്. മനസ്സിൽ കുറയ്ക്കുന്ന കുറച്ച് ക്രിയകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് 30 - 10, ആൻസർ 20. അതായത് 3 ടെൻസ് എന്ന് പറഞ്ഞാൽ 3 പത്തുകൾ. 3 പത്തുകളിൽ നിന്ന് 1 10 മാറ്റിയാൽ ബാക്കി എത്ര ടെൻസ് ഉണ്ടാകും? 2 ടെൻസ്. 2 ടെൻസ് 20. 50 - 20, ആൻസർ ഈസ് 30. 70 - 30, ആൻസർ ഈസ് 40. 90 - 60, ആൻസർ ഈസ് 30. 80 - 50, answer is 30. 60 - 40, answer is 20. 25 - 15, answer is 10. 45 - 25, answer is 20. 75 - 25, answer is 50. Next, 85 - 45, answer is 40. 95 - 55, answer is 40. 65 - 35, answer is 30. 35 - 10, answer is 25. 55 - 20, ആൻസർ ഈസ് 35. ഇനി നമുക്ക് മനക്കണക്കിലല്ലാതെ എഴുതി കുറയ്ക്കുന്ന രീതി നോക്കിയാലോ. 5-ൽ നിന്ന് 5 മാറ്റിയാൽ ആൻസർ എന്തായിട്ട് വരും? 0. അടുത്ത് 7-ൽ നിന്ന് 2 റിമൂവ് ചെയ്താൽ ബാക്കി എത്രയുണ്ടാകും? 5. 75-ൽ നിന്ന് 25 റിമൂവ് ചെയ്താൽ ആൻസർ 50. ഈ ആക്ടിവിറ്റിയിൽ തന്നെ വരുന്ന അടുത്ത പ്രവർത്തനമാണ് ആഡ് ആൻഡ് മേക്ക് 100. ഫൈൻഡ് ദ നമ്പേഴ്സ് ഫ്രം ദ ബോക്സസ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ്. ഓരോന്നിനോടും എത്ര കൂട്ടിയാൽ 100 ആകും? ചുവടെ സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതോ ഒരു സംഖ്യ നോക്കി കൂട്ടി എഴുതിയാൽ 100 കിട്ടും. അപ്പോൾ അത് കണ്ടുപിടിച്ച് എഴുതുക. 50യോട് ഏതോ ഒരു സംഖ്യ ആഡ് ചെയ്താൽ 100 കിട്ടും. ഏത് സംഖ്യയാണ്? 50. 50 + 50 100. അടുത്ത് വരുന്നത് 40 ആണ്. 40യോട് ഏതോ ഒരു സംഖ്യ കൂട്ടിയാൽ ആഡ് ചെയ്താൽ 100 കിട്ടണം. ഏത് സംഖ്യയാണ്? 60. അടുത്തത് നോക്കൂ. 35നോട് ഏതോ ഒരു സംഖ്യ ആഡ് ചെയ്താൽ 100 കിട്ടണം. ഏത് സംഖ്യയായിരിക്കും? 65, ആൻസർ ഈസ് 65. 67നോട് ഏതോ ഒരു സംഖ്യ ആഡ് ചെയ്താൽ 100 കിട്ടണം. ഏതായിരിക്കും? താഴെ നോക്കൂ. 33. 88നോട് ഏതോ ഒരു സംഖ്യ ആഡ് ചെയ്താൽ 100 കിട്ടണം. ഏത് സംഖ്യയാണ്? 12, ആൻസർ ഈസ് 12. വർക്ക്ഷീറ്റ് 45 കംപ്ലീറ്റ് ദ ബോക്സസ്. കളങ്ങൾ പൂർത്തിയാക്കൂ. ടു മേക്ക് ദ സം 100, റൈറ്റ് ദ നമ്പേഴ്സ് എലോങ് ഈച്ച് ലൈൻ. ഓരോ വരിയിലെയും സംഖ്യകളുടെ തുക 100 ആകുന്ന രീതിയിൽ സംഖ്യകൾ എഴുതുക. ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങളിൽ നേരെ വരുന്ന ഓരോ വരയിലെയും 3 സംഖ്യകൾ കൂട്ടുമ്പോൾ 100 കിട്ടുന്ന രീതിയിൽ സംഖ്യകൾ എഴുതണം. അതിനനുസരിച്ച് ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം. അപ്പോൾ ചെയ്താലോ. 40 + 20 + 40 = 100. നെക്സ്റ്റ് നോക്കൂ. 2 സംഖ്യകൾ തന്നിട്ടുണ്ട്. 70 + 20 ഏതോ ഒരു സംഖ്യ കൂടെ കൂട്ടിയാൽ 100 ആവണം. 70 + 20 90 കിട്ടും അല്ലേ? കൂട്ടുമ്പോൾ 90 കിട്ടും. അപ്പോൾ ഏതോ ഒരു സംഖ്യ കൂടെ കൂട്ടുമ്പോൾ 100 ആകണം. ഏതാ? 10. അടുത്ത് നാം 2 വരകളിലും അല്ലേ, അടുത്ത് തന്നിട്ടുള്ള 2 വരകളിലും ഒരു സംഖ്യ നടുക്കിലുള്ള 20 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 100 ആവാൻ ബാക്കി 2 20നോട് ഏതോ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 100 ആവണം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. അപ്പോൾ എഴുതിയാലോ. 50 + 20 + 30 = 100. അടുത്ത ലൈനിലേത് നമുക്ക് എങ്ങനെ എഴുതാം? 60 + 20 + 20 = 100. 15 + 35 = 50. അപ്പോൾ ഏതോ ഒരു സംഖ്യ കൂടെ കൂട്ടിയാൽ 100 കിട്ടണം. ഏത് സംഖ്യയാണ്? 50 അല്ലേ? അപ്പോൾ എങ്ങനെ വരും? 15 + 35 + 50 = 100.
വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ 15 + 35 നമുക്ക് എത്ര കിട്ടി? 50 കിട്ടി അല്ലേ? അപ്പോൾ ഈ 15നെ നമുക്ക് 100ൽ നിന്ന് കുറച്ച് എഴുതാം. 100ൽ നിന്ന് 50 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50 കിട്ടും. അടുത്ത ലൈനിലെ ക്രിയ നോക്കാം. 45 + 35 = 80. അപ്പോൾ 100 ആവണമെങ്കിൽ ഇനിയും സംഖ്യകൾ വേണം അല്ലേ? ആ മൂന്നാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് 100ൽ നിന്ന് കിട്ടിയ ഉത്തരം 80 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 20. ആൻസർ ഈസ് 20. അടുത്ത ലൈനിലെ നടുക്കിലുള്ള 35 മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഏതോ 2 സംഖ്യകൾ കൂടെ വേണം അല്ലേ 100 ആവാൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചാലോ? നമുക്ക് ആദ്യം 100ൽ നിന്ന് 35 മൈനസ് ചെയ്യാം. ഉത്തരം നമുക്ക് 65 കിട്ടും. ഈ 65നെ നമുക്ക് 2ആയിട്ട് പിരിക്കാം. 30 + 35 = 65. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ 3 സംഖ്യകളും തമ്മിൽ കൂട്ടി നോക്കിയാലോ? 35 + 35 70 + 30 100. അടുത്ത ലൈനിൽ വരുന്ന ക്രിയ നോക്കൂ. 100 കിട്ടാൻ 2 സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ സംഖ്യ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യാം? ഈ 2 സംഖ്യകൾ തന്നിട്ടുള്ള 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. എന്നിട്ട് 100ൽ നിന്ന് കിട്ടിയ ഉത്തരം കുറയ്ക്കുക. അപ്പോൾ മൂന്നാമത്തെ സംഖ്യ കിട്ടും. 25 + 35 ആൻസർ ഈസ് 60. 100ൽ നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ 40 കിട്ടും. അപ്പോൾ മൂന്നാമത്തെ സംഖ്യ 40. ഇതിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് റൈറ്റ് ദ നമ്പേഴ്സ് ടു മേക്ക് ദ ഡിഫറൻസ് 20. വട്ടത്തിലെ സംഖ്യ വ്യത്യാസമായി കിട്ടുന്ന വട്ടത്തിലെ സംഖ്യ ഏതാ? 20. വ്യത്യാസമായി കിട്ടുന്ന തരത്തിൽ കളങ്ങളിൽ സംഖ്യകൾ എഴുതി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. 90 - 70. അതിൻ്റെ ഡിഫറൻസ് എത്രയാ? 20. അടുത്ത് 80 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതോ ഒരു സംഖ്യ നമ്മൾ അവിടെ എഴുതുമ്പോൾ അതിൻ്റെ എഴുതുക. അതിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ എത്ര കിട്ടണം? 20 കിട്ടണം. അപ്പോൾ ഏത് സംഖ്യ വന്നാൽ 20 കിട്ടും? 60 വന്നാൽ 20 കിട്ടില്ലേ? 80 - 60 എത്രയാ? 20. അടുത്ത് നമുക്ക് രണ്ടൊക്കെ സംഖ്യകൾ എഴുതി ചേർക്കണ്ടേ? നോക്കാം. 50 - 30. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്ര കിട്ടും? 20. ഇനി റൈറ്റ് സൈഡിലെ ക്രിയകൾ ചെയ്യാം. 75 - 55 അതിൻ്റെ ഡിഫറൻസ് എത്രയാ? 20. നെക്സ്റ്റ് വരുന്ന ക്രിയകൾ 20 ഡിഫറൻസ് വരുന്ന തരത്തിൽ കണ്ടെത്തി എഴുതണം. എഴുതാം. 55 - 35 അതിൻ്റെ ഡിഫറൻസ് 20. 35 - 15 ഡിഫറൻസ് 20. ഇതിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ദ ഡിഫറൻസ് ഓഫ് 2 നമ്പേഴ്സ് ഇൻ ദ ബോക്സസ് ഷുഡ് ബി 50. ഫൈൻഡ് ദ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ. ചതുരത്തിലെ 2 സംഖ്യകളുടെ വ്യത്യാസം 50 കിട്ടണം. ഇവിടെ ഒരു ചതുരം തന്നിട്ടുണ്ട്. എന്താ ചതുരത്തിൽ കുറേ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസം എത്ര കിട്ടണം? 50. സംഖ്യകൾ കണ്ടുപിടിച്ച് ചുവടെയുള്ള കളങ്ങളിൽ എഴുതൂ. ഈ സംഖ്യകൾ വ്യത്യാസം കിട്ടുന്ന സംഖ്യകൾ കണ്ടുപിടിച്ചിട്ട് ചുവടെ തന്നിട്ടുള്ള കളങ്ങളിൽ എഴുതണം. എഴുതാം. 90 - 40 ഡിഫറൻസ് 50. 70 - 20 ഡിഫറൻസ് 50. 80 - 30 ഡിഫറൻസ് 50. 60 - 10 ഡിഫറൻസ് 50. Worksheet 46. Find the way. Chimbu Monkey started his trip with 90 fruits. He has to give some fruits to his friends on the way. Which path will leave more fruits for him? ഫ്രൂട്ട്സുമായി ചിമ്പു കുരങ്ങൻ യാത്ര തുടങ്ങി. വഴിയിലുള്ള തൻ്റെ കൂട്ടുകാരായ മൃഗങ്ങൾക്ക് പഴങ്ങൾ കൊടുക്കണം. ഏത് വഴിയിലൂടെ പോയാലാണ് കൂടുതൽ പഴങ്ങൾ ബാക്കിയുണ്ടാവുക? പിക്ചറിൽ ആദ്യം കാണുന്ന വഴിയിൽ നിൽക്കുന്നത് ആരൊക്കെയാണ്? എലിഫന്റ്, ഡിയർ, റാബിറ്റ്, ടോട്ടോറിസ്. ഓരോ മൃഗങ്ങൾക്കും കൊടുക്കേണ്ട പഴങ്ങളുടെ എണ്ണമാണ് അവരവരുടെ പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ആന, മാൻ, മുയൽ, ആമ എന്നിവ നിൽക്കുന്ന വഴിയിലൂടെയാണ് കടന്നു വരുന്നതെങ്കിൽ ബാക്കി പഴങ്ങൾ എത്രയുണ്ടാകുമെന്ന് നോക്കാം. മങ്കിയുടെ കയ്യിൽ 90 ഫ്രൂട്ട്സ് ഉണ്ട്. എലിഫൻറ്റിന് 30 നൽകിയാൽ ബാക്കി എത്രയുണ്ടാകും?
90 മൈനസ് 30 60 ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് മങ്കി ഡിയറിന് 15 ഫ്രൂട്ട്സ് നൽകിയാൽ ബാക്കി എത്ര ഉണ്ടാകും? 60 മൈനസ് 15 ഈക്വൽ ടു 45. അടുത്ത് ബാക്കി ഇനി എത്രയുണ്ട്? മങ്കിയുടെ കയ്യിൽ 45. ഈ 45-ൽ നിന്ന് റാബിറ്റിന് 10 എണ്ണം നൽകണം അല്ലേ? അപ്പോൾ 10 മൈനസ് ചെയ്താൽ ബാക്കി എത്രയുണ്ടാകും? 35. അടുത്ത് 35 ഇപ്പോൾ നമ്മുടെ മങ്കിയുടെ കയ്യിലുള്ളൂ. എന്നിട്ട് അടുത്ത ആരായിരിക്കുന്നത്? ടോട്ടോറീസിന് 17 ഫ്രൂട്ട്സ് നൽകണം അല്ലേ? അപ്പോൾ 35 മൈനസ് 17 ആൻസർ 18. അപ്പോൾ മനസ്സിലായല്ലോ? ഫസ്റ്റ് വഴി കൂടെ നമ്മുടെ എലിഫൻറ്റ്, ഡിയർ, റാബിറ്റ്, ടോട്ടോറീസ് ഒക്കെ നിൽക്കുന്ന വഴിയിലൂടെയാണ് നമ്മുടെ ചിമ്പു മങ്കി പോവുകയാണെങ്കിൽ ബാക്കി എത്ര ഫ്രൂട്ട്സേ ഉണ്ടാവൂ? 18 ഫ്രൂട്ട്സേ ഉണ്ടാകൂ. അത് നമുക്ക് നോക്കാം. അടുത്ത വഴിയിലെ ആനിമൽസിന് ചിമ്പു മങ്കി ഫ്രൂട്ട്സ് നൽകിയാൽ ബാക്കി എത്ര ഉണ്ടാകും നോക്കിയാലോ? ചിമ്പു മങ്കിയുടെ കയ്യിൽ 90 ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യം കാണുന്ന ആനിമൽ ഏതാ? ജിറാഫിന് 25 ഫ്രൂട്ട്സ് നൽകിയാൽ ബാക്കി ഉണ്ടാവുന്നത് എത്രയാണ്? 65. 90 മൈനസ് 25 ഈക്വൽ ടു 65. അപ്പോൾ ഇനി 65 ആണ് ചിമ്പു മങ്കിയുടെ കയ്യിൽ ഉള്ളത്. അടുത്തതായിട്ട് കാണുന്നത് ആരാണ്? ബെയറിന് എത്ര ഫ്രൂട്ട്സ് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 27. അപ്പോൾ 27 ഫ്രൂട്ട്സ് ബെയറിന് നൽകിയാൽ ബാക്കി എത്രയുണ്ടാകും? 38. 65 മൈനസ് 27 ഈക്വൽ ടു 38. അടുത്ത് നോക്കൂ, അടുത്ത ആരാ കാണുന്നത്? ഏത് അനിമലാ? സീബ്ര. അപ്പോൾ സീബ്രയ്ക്ക് 18 ഫ്രൂട്ട്സാണ് നൽകേണ്ടത്. അപ്പോൾ 38 മൈനസ് 18 എത്ര കിട്ടും? 20. അപ്പോൾ നമ്മുടെ ചിമ്പു മങ്കി ഫസ്റ്റ് വഴി കൂടെ പോയാൽ ഫ്രൂട്ട്സ് നൽകി 18 എണ്ണം ബാക്കിയാവും. സെക്കൻഡ് വഴി കൂടെ പോയാൽ ഫ്രൂട്ട്സ് നൽകി 20 ബാക്കിയാവും. അപ്പോൾ ചിമ്പു മങ്കി പോകേണ്ട വഴി ജിറാഫ്, ബെയർ, സീബ്ര നിൽക്കുന്ന വഴിയിലൂടെയാണ്. വർക്ക്ഷീറ്റ് 47. ഹൗ മച്ച് ബാലൻസ്? ധോനി ബോട്ട് 2 pens, one for 18 rupees and another for 17 rupees. She gave 2 20 rupee notes to the shopkeeper. How much will she get back? എത്ര ബാക്കി കിട്ടുമെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ധോനി 2 പേന വാങ്ങി. ഒന്നിന് 18 റുപ്പീസ്, രണ്ടാമത്തെ പെന്നിന് 17 റുപ്പീസായി. 2 20 രൂപ നോട്ട് കടക്കാരനു നൽകി. എത്ര രൂപ ബാക്കി കിട്ടും? ഇവിടെ നിങ്ങൾ ഹൗ ഐ കാൽക്കുലേറ്റ് നിങ്ങൾ കണക്കാക്കിയതും അനദർ മെത്തേഡ് ടോട്ട് ഇൻ ക്ലാസ്, ക്ലാസ്സിൽ പറഞ്ഞ മറ്റൊരു രീതിയുമാണ് എഴുതേണ്ടത്. പ്രൈസ് ഓഫ് പെൻസ് 18 പ്ലസ് 17 അത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 35 കിട്ടും. ടീച്ചർ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ ഈ 18-നെയും 17-നെയും 10കളും 1-കളുമായി പിരിച്ചെഴുതിയതിന് ശേഷമാണ് കൂട്ടി എഴുതിയിരിക്കുന്നത്. കടക്കാരന് എത്ര രൂപയാണ് നൽകിയത്? 2 20 റുപ്പീസ് അല്ലേ? അപ്പോൾ 20 പ്ലസ് 20 40. അവൾക്ക് എത്ര രൂപയാണ് തിരിച്ചു കിട്ടിയത്? 40 മൈനസ് 35. ആൻസർ ഇസ് 5. അവൾക്ക് കടക്കാരൻ തിരിച്ചു കൊടുത്ത തുക 5 രൂപയാണ്. ഇതിൽ തന്നെ വരുന്ന പ്രവർത്തനമാണ് നാസിയ വാസ് ടോൾഡ് ടു subtract 12 from a number, but she added 12 to it and got 38. What would she have got if she had subtracted 12? ഒരു സംഖ്യയിൽ നിന്ന് 12 കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ നാസിയ 12 കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ 38 ഉത്തരം കിട്ടി. 12 കുറച്ചിരുന്നുവെങ്കിൽ എത്ര കിട്ടുമായിരുന്നു നോക്കാം. ഈ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? നാസിയയോട് 12 കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ നാസിയ ചെയ്തത് എന്താണ്? 12 കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ നാസിയ കൂട്ടിയപ്പോൾ ഉത്തരം എത്രയാണ് കിട്ടിയത്? നാസിയയ്ക്ക് 38. അപ്പോൾ ഇതിനെ 12 കുറച്ചിരുന്നുവെങ്കിൽ എത്ര കിട്ടുമായിരുന്നു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതിനു മുമ്പ് നമുക്ക് നോക്കാം. 12 കൂട്ടുമ്പോൾ 38 കിട്ടണമെങ്കിൽ നാസിയ ഏത് സംഖ്യയോടാണ് 12 കൂട്ടിയത് എന്ന് കണ്ടുപിടിക്കണം. അതിനായി 38-ൽ നിന്ന് 12 കുറയ്ക്കുക. ആൻസർ 26 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 26 എന്ന സംഖ്യയിൽ നിന്നാണ് നാസിയ 12 കൂട്ടി
38 ആൻസർ കിട്ടിയത്. നമ്മൾ നാസിയ ഏത് സംഖ്യയോടാണ് 12 കൂട്ടിയത് എന്ന് കണ്ടുപിടിച്ചു. ഇനി 26 എന്ന സംഖ്യയോട് 12 കുറച്ചിരുന്നുവെങ്കിൽ എത്ര കിട്ടുമായിരുന്നു എന്ന് നോക്കാം. 26 മൈനസ് 12 എത്രയാ? 14. അപ്പോൾ 12 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? 14. വർക്ക്ഷീറ്റ് 48. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ്. കണ്ടുപിടിച്ച് എഴുതാം. ഇവിടെ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ക്രിയകൾ ചെയ്യാനുണ്ട്. ചെയ്താലോ? 39 മൈനസ് 33. ഉത്തരം 6. 59 മൈനസ് 52. ആൻസർ ഈസ് 7. 76 മൈനസ് 71. ആൻസർ ഈസ് 5. 28 മൈനസ് 26. ആൻസർ ഈസ് 2. വയലറ്റ് കളറിലെ ക്രിയകൾ നോക്കാം. 92 മൈനസ് 81 ഈക്വൽ ടു 11. 93 മൈനസ് 71 ഈക്വൽ ടു 22. 94 മൈനസ് 61 ഈക്വൽ ടു 33. 95 മൈനസ് 51 ഈക്വൽ ടു 44. ഗ്രീൻ കളറിലെ ക്രിയകൾ നോക്കാം. 91 മൈനസ് 81 ഈക്വൽ ടു 10. 92 മൈനസ് 72 ഈക്വൽ ടു 20. 66 മൈനസ് 16 ഈക്വൽ ടു 50. 74 മൈനസ് 24 ഈക്വൽ ടു 50. പിങ്ക് കളർ ബോക്സിലെ ക്രിയകൾക്ക് ആൻസർ നോക്കാം. 99 മൈനസ് 90 ഈക്വൽ ടു 9. 98 മൈനസ് 80 ഈക്വൽ ടു 18. 53 മൈനസ് 17 ഈക്വൽ ടു 36. 65 മൈനസ് 29 ഈക്വൽ ടു 36. ഇതോടുകൂടി ആക്ടിവിറ്റി ടെസ്റ്റിലെ ഫോറസ്റ്റ് ഫെസ്റ്റ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളെല്ലാം അവസാനിച്ചു. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം.